മറ്റൊരു ബ്രേക്കിംഗ് വാർത്ത കൂടി. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാണക്കാടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് KCBC പ്രസിഡന്റ് കർദിനാൾ ക്ലിമീസ് ബാവ. നമുക്കൊപ്പം അഷ്കർ അലിയുമുണ്ട്, ഒപ്പം അർജുൻ മട്ടന്നൂരും തത്സമയം ചേരും. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വളരെ നിർണായകമായൊരു നീക്കമാണ്. പാണക്കാടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി KCBCയുടെ പ്രസിഡന്റ് കർദിനാൾ ക്ലിമീസ് ബാവ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഇന്നലെ ഉച്ചയോടെയാണ് സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും UDF-ലെ വിഷയങ്ങളും ചർച്ചയായിട്ടുണ്ട്. രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായുള്ള നിർണായക കൂടിക്കാഴ്ച എന്നാണ് വിവരം. അഷ്കർ അലി കരിമ്പയും അർജുൻ മട്ടന്നൂരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അഷ്കർ അലി കരിമ്പയിലേക്ക്. അഷ്കർ അലി കരിമ്പ, പാണക്കാട്ടെത്തിയ തിരുമേനി സ്വാഭാവികമായും അടുത്ത കാലത്തായി സഭയും ലീഗും അല്ലെങ്കിൽ സഭയും UDF-ഉം തമ്മിലുള്ളൊരു വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ സഭയിലേക്ക് കടക്കാൻ BJP ഒരു ഭാഗത്ത് ശ്രമം നടത്തുന്നു. ഇതിനിടയിലാണ് മുനമ്പം വിഷയമൊക്കെ നിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചയല്ലേ അത്? അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും വലിയ രാഷ്ട്രീയ പ്രാധാന്യം, പ്രത്യേകിച്ച് UDF-യുമായി അടുക്കാനുള്ള സഭയുടെ ശ്രമം അല്ലെങ്കിൽ സഭയുമായി അടുക്കാനുള്ള UDF-ന്റെ ശ്രമമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗുമായി നേതൃത്വമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച. അതും കർദിനാൾ ക്ലിമീസ് ബാവ ആദ്യമായിട്ടാണ് പാണക്കാട് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളെ ഒന്നും അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു പാണക്കാട് ഇത്തരത്തിലൊരു സന്ദർശനം നടത്തുകയും ചെയ്തത്. നേരത്തെയൊക്കെ തന്നെ ഇത്തരത്തിൽ സഭാ മേലധ്യക്ഷന്മാരൊക്കെ പാണക്കാട് എത്തുമ്പോൾ കൃത്യമായി മാധ്യമങ്ങളെ അറിയിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ആരെയും അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടാണ് ഇന്നലെ ഉച്ചയോടെ കർദിനാൾ ക്ലിമീസ് ബാവ ഇവിടേക്ക് എത്തുന്നത്. പിന്നീട് ഏകദേശം 1.5 മണിക്കൂറോളം പാണക്കാട് അദ്ദേഹം ചെലവഴിക്കുകയും അവിടെയൊക്കെ നേതാക്കളോടൊപ്പം ഭക്ഷണമടക്കം കഴിച്ചതിന് ശേഷമാണ് പിരിഞ്ഞത്. അതിലേറ്റവും നിർണായക കാര്യമെന്ന് പറയുന്നത് 1 മണിക്കൂറോളം സമയം PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ക്ലിമീസ് ബാവയും മാത്രമായി, ഇവർ 3 പേര് മാത്രമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതാണ്. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളടക്കം ഈ ചർച്ചയിൽ ഉയർന്നു വന്നു എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് UDF-നെ ശക്തിപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ, മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. മുനമ്പത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഇടപെടലിനെ ബാവ ക്ലിമീസ് ബാവ വലിയ തോതിൽ പ്രശംസിക്കുകയും ചെയ്തു. കത്തോലിക്ക വിഭാഗത്തിന് മൊത്തം തന്നെ ഇത്തരത്തിൽ തങ്ങളോടൊപ്പം ലീഗ് നിൽക്കുന്നു എന്നുള്ള ഒരു സമീപനം അത്തരത്തിൽ പാണക്കാട് സാദിഖ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ നടത്തിയ ഇടപെടലിലൂടെ ഉണ്ടായി എന്നുള്ളതാണ് ലീഗ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ KCBC-യുടെ ആസ്ഥാനത്തേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള മലങ്കര സഭയുടെ ആസ്ഥാനത്തേക്കും ലീഗ് നേതാക്കളെ, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളടക്കം ക്ഷണിച്ച ശേഷമാണ് ബാവ മടങ്ങുകയും ചെയ്തത്. രാഷ്ട്രീയമായി തന്നെയുള്ള സമകാലിക വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച നടത്തിയെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. ചില നിർണായക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് പുറത്തു പറയാൻ കഴിയില്ല. പക്ഷേ സമകാലിക വിഷയങ്ങളിലും UDF-നെ ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം ലീഗ് നേതൃത്വം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം മുന്നണി മാറ്റ ചർച്ചകളൊക്കെ തന്നെ സജീവമായിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ ചർച്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ചർച്ചയിൽ ഉയർന്ന വിമർശനമായി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ ഈ സഭയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഇല്ലെങ്കിൽ കേരളത്തിലെ സമൂഹം വിചാരിച്ചാൽ മതി, പക്ഷേ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ അത് കോൺഗ്രസ് നേതാക്കൾ മാത്രം തീരുമാനിച്ചാൽ മതി എന്നുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു പരാമർശം അല്ലെങ്കിൽ അത്തരമൊരു ചർച്ച കൂടി ഈ യോഗത്തിൽ നടന്നു എന്നും നമുക്ക് അറിയാൻ സാധിച്ചു. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അരുൺ, ഓക്കെ. അഷ്കർ, ഞാൻ ഒന്ന് അർജുൻ മട്ടന്നൂരിലേക്ക് പോയി വരാം. അർജുൻ മട്ടന്നൂർ, ഇപ്പോൾ ഈ ചർച്ച വളരെ പ്രാധാന്യമുള്ളതാണ്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. KCBC പ്രസിഡന്റ് കർദിനാൾ ക്ലിമീസ് ബാവ പാണക്കാട് എത്തുന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മുനമ്പം അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സഭയും UDF-ഉം BJP-യും ഒക്കെ രാഷ്ട്രീയമായി ഒരു വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ക്ലിമീസ് ബാവയുടെ സന്ദർശനം. ആ സന്ദർശനത്തിന് സഭയ്ക്കും താല്പര്യങ്ങൾ ഉണ്ടാകാമല്ലോ സ്വാഭാവികമായും. തെരഞ്ഞെടുപ്പിനെ കുറിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ വരാൻ പോകുന്ന പശ്ചാത്തലമാണ്. വരാൻ പോകുന്ന നാളുകളിൽ സഭയുടെ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണോ ഈ സന്ദർശനം? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട KCBC-യുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അതൊരു സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്നാണ് അവരുടെ വിശദീകരണം. പ്രത്യേകിച്ച് മലപ്പുറത്ത് ക്ലിമീസ് ബാവയ്ക്ക് നിരവധി പരിപാടികളിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. അത്തരത്തിൽ മലപ്പുറത്തെത്തിയപ്പോൾ അത് പാണക്കാട് സന്ദർശിച്ചു എന്ന് മാത്രമാണ് KCBC-യുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ കാര്യങ്ങളടക്കം
ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ മുനമ്പം വിഷയത്തിൽ സർക്കാരുമായി കഴിഞ്ഞ കുറച്ച് കാലമായി ഈ ഇത്തരത്തിൽ ക്രൈസ്തവ സംഘടനകൾക്കൊക്കെ തന്നെ ക്രൈസ്തവ സമുദായ നേതാക്കൾക്കൊക്കെ തന്നെ ചെറിയ വിയോജിപ്പുകളുണ്ട്. ഇതിൽ സർക്കാർ കൃത്യമായി ഇടപെട്ടില്ല, ആ ഇടപെടൽ വൈകിപ്പിച്ചു തുടങ്ങിയ വിമർശനങ്ങളുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ലീഗ് നേതാക്കൾ തന്നെ നേരിട്ട് ഇടപെട്ട് ഈ വിഷയത്തിൽ ഉടൻ പ്രശ്നപരിഹാരം വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. മാത്രവുമല്ല കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും അടക്കം നേരിട്ട് കൊച്ചിയിലെത്തി ക്രൈസ്തവ സമുദായ നേതാക്കളെ അടക്കം നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുമോ എന്നൊരാശങ്ക ക്രൈസ്തവ സമുദായത്തിനും നേതാക്കൾക്കും ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ UDF-ലേക്ക് എത്തിക്കുന്നതിലും ചില അവ്യക്തതകളുണ്ട്. ഈ കാര്യത്തിലും ക്രൈസ്തവ സംഘടനകളുടെയും സമുദായ നേതാക്കളുടെയും നിലപാട് ഏറെ നിർണായകമാകും. മറ്റൊരു കാര്യം ഈ വന്യജീവി ആക്രമണമാണ്. പ്രത്യേകിച്ച് കാട്ടാന ആക്രമണം അടക്കം നടക്കുന്ന നിരവധി സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അവിടെയൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളും വലിയ പ്രതിസന്ധികളുമുണ്ട്. അവിടെ നേരത്തെ തന്നെ ക്രൈസ്തവ സംഘടനകളൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. അത്തരത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാക്കി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല ഇതിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിലെടുക്കുന്ന നിലപാട്, അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവ വോട്ട് ബാങ്കിൽ BJP-യുടെ ഇടപെടൽ, BJP കൂടുതൽ വോട്ട് സമാഹരിക്കുന്ന ഒരു സാഹചര്യം, ഈ കാര്യങ്ങളൊക്കെ തന്നെ ലീഗ് നേതാക്കളുമായി ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല ഇപ്പോൾ ഈ UDF-ൽ ഉണ്ടായിരുന്ന ഭിന്നത, ഈ നേതൃമാറ്റം അടക്കമുള്ള ചില ചർച്ചകൾ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഐക്യം വേണം എന്ന ഒരു നിലപാട് ക്രൈസ്തവ സംഘടനകൾക്കുണ്ട്. ഈ കാര്യങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ അവർ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വരുന്ന രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ക്രൈസ്തവ വോട്ട് ഏറെ നിർണായകമാകും. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായല്ല, നേരിട്ട് ലീഗുമായി തന്നെ, ലീഗ് നേതൃത്വവുമായി തന്നെ ചർച്ച നടത്തുന്നു. ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പുറത്ത് അവർ വിശദീകരിക്കുന്നത് ഇതൊരു സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്നാണ്. അരുൺകുമാർ, തീർച്ചയായിട്ടും KCBC-യുടെ പ്രസിഡന്റ് കർദിനാൾ ക്ലിമീസ് ബാവ പാണക്കാട്ട് എത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ പ്രബലമായിട്ടുള്ള സമുദായങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള രണ്ട് വലിയ സംഘടനകളും കുടുംബങ്ങളും അല്ലെങ്കിൽ വ്യക്തികളുമാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അഷ്കർ, ആ അർത്ഥത്തിൽ ഇതിനൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന കൂടിയുണ്ട്. ഇടയ്ക്കൊക്കെ UDF-മായി തകർന്നു നിൽക്കുകയും ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോടുകൂടി LDF-ലേക്ക് തിരികെ വന്നു എന്നൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളുണ്ടായിരുന്നു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ സ്വാഭാവികമായും KCBC ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം നടത്തേണ്ടതാണ്. ഇതിനിടയിലാണ് BJP ഒരു മൂന്നാം കക്ഷിയായി ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത്. തൃശ്ശൂരിലടക്കം തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിലുടനീളം ക്രൈസ്തവ പക്ഷത്തു നിന്നും ഒരു നിർണായക വിഭാഗം BJP-യോട് അടുക്കുന്നുവെന്ന തോന്നലിനിടയിലാണ് ഇപ്പോൾ ക്ലിമീസ് ബാവയുടെ സന്ദർശനം എന്നതല്ലേ ശ്രദ്ധേയം? അത്തരത്തിൽ തന്നെ ഇത് ശ്രദ്ധേയമാവുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയും സന്ദർശനവും ഒക്കെ തന്നെ. മാത്രമല്ല അതിൻ്റെ അതീവ രഹസ്യ സ്വഭാവത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ ശ്രദ്ധേയമാവുന്നുണ്ട് എന്ന തരത്തിൽ യാതൊരു സംശയമില്ല. അതിനോടൊപ്പം തന്നെ ലീഗ് നേതൃത്വം തന്നെ പറയുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രിയുമായി അല്ലെങ്കിൽ സർക്കാരുമായൊക്കെ അടുത്തിടപഴകുന്ന അത്തരത്തിൽ ബന്ധമുള്ള ഒരു സഭാധ്യക്ഷൻ കൂടിയാണ് ഇത്തരത്തിൽ കർദിനാൾ ക്ലിമീസ് ബാവ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ അദ്ദേഹം ആദ്യമായി പാണക്കാടെത്തുകയും ഇത്തരത്തിൽ നേതാക്കളുമായി ഒരു മണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതിനൊടുവിൽ ലീഗ് നേതൃത്വം പറയുന്ന ഒരു കാര്യം, ഇത് കൃത്യമായി UDF-നെ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. നേരത്തെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇടതുപക്ഷവുമായി അല്ലെങ്കിൽ BJP-യുമായൊക്കെ അടുപ്പം ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് 2026 കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള UDF-ന്റെ നീക്കത്തെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കൂടിക്കാഴ്ച നേരത്തിൽ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില നിർണായക തീരുമാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ തോതിൽ തന്നെ രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചു പറ്റാവുന്ന ചില ചർച്ചകൾ ഇതിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും ലീഗ് നേതാക്കൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യം തുറന്നു പറയാൻ ലീഗ് നേതൃത്വം തയ്യാറാവുന്നില്ല. അതിൻ്റെ രഹസ്യ സ്വഭാവം അവരും കാത്തു സൂക്ഷിക്കുകയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ മലയോര മേഖലയിലെ വിഷയങ്ങളാണെങ്കിലും മുനമ്പം വിഷയങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വിഷയങ്ങളാണെങ്കിലും അതെല്ലാം തുറന്നു പറയാൻ ലീഗ് നേതൃത്വം തയ്യാറാവുന്നുമുണ്ട്. അതിനും അപ്പുറത്തേക്കുള്ള ചില നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഈ യോഗത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് അവർ തന്നെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അത് രഹസ്യ സ്വഭാവത്തോടെ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. UDF-ലേക്ക് സഭാധ്യക്ഷൻ അല്ലെങ്കിൽ സഭകളെ തന്നെ കൂടെ നിർത്തി UDF-നെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കൂടിക്കാഴ്ച എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരം ചർച്ചകൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു. കോൺഗ്രസ് നേരെയുള്ള വിമർശനങ്ങൾ, കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായ ഭിന്നതകളടക്കം ഇവർ പരസ്പരം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം കൂടി ഈ ചർച്ചയിൽ ഉയർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി ഉന്നത നേതൃത്വം
നേതൃത്വത്തിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിനെ അടക്കം സമീപിക്കാനുള്ള ആലോചനയും നേരത്തെ ലീഗ് നടത്തുകയും ചെയ്തിരുന്നു. സമാന ഘട്ടത്തിൽ കൂടിയാണ് അധ്യക്ഷനുമായുള്ള ചർച്ചയിൽ പോലും സമാന ആവശ്യവും നിലപാടുകളും ഉയരുന്നത് എന്നതും ഏറെ പ്രസക്തമാണ്. എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുൻപ് വിഷയത്തിൽ മുസ്ലിം ലീഗ് നടത്തിയ ഇടപെടലിന് ക്രൈസ്തവ സഭകളിൽ നിന്ന് നേരത്തെ തന്നെ വലിയ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. ഇപ്പോൾ ആ നീക്കം ശക്തമായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പോലും ലീഗിനും ഗുണം ചെയ്യുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിനേക്കാൾ ഒരു പടി കടന്നുകൊണ്ട് സഭാധ്യക്ഷരുമായി ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് നടത്താൻ ലീഗിന് സാധിക്കുന്നതും അതിലൂടെ തന്നെയാണ്. മാത്രമല്ല വലിയൊരു വിഭാഗത്തിൻ്റെ തന്നെ പിന്തുണ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്ന് സഭാധ്യക്ഷൻ തന്നെ പരസ്യമായി അവിടെ ഉണ്ടായിരുന്ന മറ്റ് നേതാക്കൾക്കിടയിൽ വെച്ച് തന്നെ ലീഗ് നേതാക്കളെ പുകഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് സ്വാദിഖ് തങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും അവരുടെ ആസ്ഥാനത്തേക്ക് കൂടി സഭാധ്യക്ഷൻ ക്ഷണിക്കുകയും അല്ലെങ്കിൽ കർദിനാൾ ക്ലെമീസ് ബാവ ക്ഷണിക്കുകയും ചെയ്തത്. അതുകൊണ്ട് രാഷ്ട്രീയമായി ഇതൊരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചുവട് മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കാറ്റിൻ്റെ തന്നെ ഒരു മാറ്റമായി തന്നെ ഈ കൂടിക്കാഴ്ച നമ്മൾ വിലയിരുത്തേണ്ടി വരും.